എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിറിയ. ചെല്ലാന മീഡിയയുടെ റിവ്യൂ പോയിന്റ് എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല, സാംസ്കാരികം, പുസ്തകം, സിനിമ തുടങ്ങിയ സമൂഹത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഇന്ന് നമുക്ക് ഒരു പുസ്തകം പരിചയപ്പെടാം. അമേരിക്കൻ എഴുത്തുകാരിയായ ഹാർപ്പർ ലീയുടെ 1960 ഒരു സദേൺ ഗോതിക് നോവലാണ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്. പുറത്തിറങ്ങിയതിനു ശേഷം ഇത് തൽക്ഷണം വിജയം നേടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഹൈസ്കൂളിലും മിഡിൽ സ്കൂളിലും ഇത് വ്യാപകമായി വായിക്കപ്പെടുന്നു. പുറത്തിറങ്ങി ഒരു വർഷത്തിനു ശേഷം ടു കിൽ എ മോക്കിംഗ് ബേർഡ് പുലിസ്റ്റർ സമ്മാനം നേടി. ആധുനിക അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കായി ഇത് മാറി. മൺറോയിനടുത്തുണ്ടായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഇതിവൃത്തവും കഥാപാത്രങ്ങളും. ബലാത്സംഗം, വംശീയ അസമത്വം തുടങ്ങി ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നോവലിന് അതിൻ്റെതായ ഊഷ്മളതയ്ക്കും നർമ്മത്തിനും പേരുകേട്ടതാണ്. കഥാകാരന്റെ പിതാവായ ആക്ടറായ ജോസഫ് ക്രിസ്പിനോ വിശദീകരിക്കുന്നു, 20-ാം നൂറ്റാണ്ടിൽ അമേരിക്ക വംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും കൂടുതൽ വ്യാപകമായി വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്. പുസ്തകത്തിന്റെ തുടക്കത്തിൽ 6 വയസ്സുള്ള സ്കൗട്ട് എന്ന വിളിപ്പേരുള്ള ആഖ്യാതാവ് ജെം എന്ന വിളിപ്പേർ വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ആറ്റിക്കസിന്റെ മക്കളായ ഇരുവരെയും നോക്കുകയാണ് ചെയ്യുന്നത്. ഈ നോവൽ മറ്റൊരു വിഷയത്തെ കൂടി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം ബാല്യകാല സബ്ജക്റ്റിലാണ്. ഈ പുസ്തകത്തെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകത്തോടെ ഈ പദ്ധതി ആരംഭിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. വളരെ കുറച്ച് ബുക്ക് സ്റ്റോറിൽ മാത്രമാണ് ഈ പുസ്തകം ലഭ്യമാകുന്നുണ്ടെങ്കിലും വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്. ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.